ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി സിറ്റിക്ക് വളരെ അടുത്ത്, അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന MC റോഡിൽ നിന്ന് വെറും 800 മീറ്റർ ദൂരത്തിൽ ഒരു ലക്ഷറി വീടാണ്. 7.5 സെന്റ് സ്ഥലത്ത് 3250 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു ലക്ഷറി വീടാണ് ഇത്. ഈ വീടിൻ്റെ ഇരു സൈഡുകളിലും നല്ല വീതിയുള്ള ഒരു വൈഡ് റോഡാണ് കടന്നു വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഒരു ചുറ്റുമതില് കൊടുത്ത് അതിന് മുകളിലായി ഗ്രില്ല് വർക്കുകൾ ചെയ്ത് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതിനായി ഒരു ചെറിയ ഒരു വിക്കറ്റ് ഗേറ്റും ഇവിടെയായി വലുപ്പമുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ വീടിൻ്റെ ഈ ഭാഗത്തായി മറ്റൊരു സ്ലൈഡിംഗ് ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനായി ഇരു സൈഡുകളിലും ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു എൻട്രൻസിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് 2 സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിനെ അകത്തേക്ക് പ്രവേശിച്ചാൽ വിശാലമായ ഒരു മുറ്റമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു എൻട്രൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു വിക്കറ്റ് ഗേറ്റ്, ഇവിടെ ചെറിയ ഒരു ഗേറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തായി ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബബിൾ സ്റ്റോൺ കൊടുത്ത് അതിമനോഹരമാക്കി കല്ലുകൾ പായി വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ വെളിയിലുള്ള ചുമരുകളിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്ത് ക്ലാഡിംഗ് സ്റ്റോൺ വിരിച്ച് അതിസുന്ദര മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു എലിവേഷനാണ് നമുക്ക് ഈ ഭാഗത്തായി കിട്ടുന്നത്. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ വർക്കുകളെല്ലാം നടത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗേറ്റുകൾ വരെ നല്ല സ്ട്രോങ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഗേറ്റ് തള്ളുന്നതിന് തന്നെ വളരെ ഇത്തിരി ആരോഗ്യമുള്ളവർക്ക് സാധിക്കുള്ളൂ. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ വീടിന് ഇരു സൈഡുകളിലും ഇതിന് എലിവേഷൻ കൊടുത്തിട്ടുണ്ട്.
ഇരു സൈഡുകളിലുമുള്ള എലിവേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലിവേഷനാണ് ഇരു സൈഡുകളിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ ഒരു ഗ്ലാസ് വർക്കാണ്. ടഫൻ ഗ്ലാസ് കൊടുത്ത് അതിസുന്ദരമായ ഒരു ഗ്ലാസ് ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിനകത്തിരുന്നാൽ നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വലിപ്പമുള്ള ഒരു ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് വളരെ വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ വർക്കുകളെല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ സീലിംഗ് വർക്കുകളിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വളരെ ഭംഗിയാക്കി വച്ചിട്ടുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫാൻസി ലൈറ്റുകളാണ് ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അതിനു മുൻപായി വീടിൻ്റെ മുൻഭാഗത്ത് 2 പാളികളിലായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ അതിവിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ലിവിംഗ് ഏരിയയുടെ മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമാക്കി വച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്ലാസ് വർക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിനാൽ വെളിയിൽ നിന്ന് പകൽ സമയത്ത് ഇവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും, ഇലക്ട്രിക് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായി ഒരു ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് അതിവിശാലമായ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. വളരെ വലുപ്പമുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ചെറിയ ഒരു TV യൂണിറ്റ് അല്ല, വളരെ വലുപ്പമുള്ള ഒരു TV യൂണിറ്റാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അവിടെ വുഡ് പാനൽ ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുമുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസും എല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവിടെയായി വെളിയിലേക്ക് കടക്കുന്നതിനായി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഈ എൻട്രൻസിൽ ഒരു കോർട്ട്യാർഡ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായി ഒരു മിറർ കൊടുത്ത് അതിനടിയിൽ വാഷ് ബേസിൻ കൊടുത്ത് ഒരു വാഷ് ഏരിയ വളരെ മനോഹരമായ വൈറ്റ് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ള അതിസുന്ദരമായ ഒരു വാഷ് ഏരിയ നമുക്കവിടെ കിട്ടുന്നുണ്ട്. വാഷ് ഏരിയയുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ് കടക്കുന്നത്. ഇവിടെയായി നാനോ വൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു അതിസുന്ദരമായ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത് നാനോ വൈറ്റിൽ കൊടുത്തിട്ടുള്ള അതിസുന്ദരമായ ഒരു കിച്ചൺ കൗണ്ടറാണ്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. നിറയെ സ്റ്റോറേജ് ഏരിയയാണ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. താഴെയും അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് ഏരിയ ഈ കിച്ചണിൽ നമുക്ക് ലഭ്യമാണ്. കിച്ചൻ്റെ 3 ഭാഗത്തും ധാരാളം വെളിച്ചം ലഭിക്കുന്നതിന് വിൻഡോസ് കൊടുത്ത് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിലായി ഒരു സുന്ദര മനോഹരമായ ഒരു ഫാൻസി ലൈറ്റ് മിന്നിത്തിളങ്ങുന്നുമുണ്ട്. ഇവിടെയാണ് കിച്ചൻ്റെ ഒരു വർക്ക് ഏരിയയുടെ സ്ഥാനം. ഇവിടെയും
അത്യാവശ്യം ഒരു കിച്ചൺ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ മുകളിലും താഴെയുമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. വെളിയിലേക്ക് കടക്കുന്നതിനായി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിൻ്റെ ഈ ഭാഗത്തായി ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കി വച്ചിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ ബെഡ്റൂമുകളൊന്ന് നമുക്ക് നോക്കിക്കാണാം. വളരെ വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമായി കിട്ടുന്നത്. ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം, വാഷ്റൂമിൻ്റെ സ്ഥാനം. ഗ്ലാസ് കുബിക്കൾ കൊടുത്ത് മനോഹരമാക്കി വച്ചിട്ടുള്ളതുമാണ്. ഇവിടെയാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. ഇവിടെയും അതിവിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. അവിടെയും ഗ്ലാസ് കുബിക്കൾ കൊടുത്ത് മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ മനോഹരമായ വൈറ്റ് കളറിലുള്ള ടൈലുകൾ വിരിച്ച് വുഡിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിനിടയിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് സുന്ദര മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ അതിവിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളിലേക്കും ഒരു യൂട്ടിലിറ്റി റൂമിലേക്കും ഒരു ഓപ്പൺ ടെറസിലേക്കുമാണ് എൻട്രൻസുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് വെളിച്ചം ധാരാളം ലഭിക്കുന്നതിന് ഈ ഭാഗത്തായി അതിവിശാലമായ ഒരു ഗ്ലാസ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം. വളരെ വലിപ്പമുള്ള, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ മനോഹരമായ ഒരു വാഷ്റൂമാണ്. ഗ്ലാസ് കുബിക്കൾ കൊടുത്ത് സുന്ദരമാക്കി വച്ചിട്ടുള്ള ഒരു വാഷ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം, അതായത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ വീടിൻ്റെ 5ാമത്തെ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം എന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ബെഡ്റൂം, ഒരു റൂം, സ്റ്റഡി റൂം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ യൂട്ടിലിറ്റി റൂമിൽ നിന്നുള്ള ഒരു എൻട്രൻസ് ആണ് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കവേർഡ് ചെയ്ത് മനോഹരമാക്കി വച്ചിട്ടുള്ളതും ഫ്ലോറിംഗ് എല്ലാം ടൈൽ വർക്കുകൾ ചെയ്ത് മനോഹരമായി ഭംഗിയാക്കി വച്ചിട്ടുള്ളതുമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് ഒരു പ്രത്യേകം ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ മനോഹരമായ ഈ ലക്ഷറി വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്കമാലി വിശ്വജ്യോതി സ്കൂളിന് വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തൊട്ടടുത്തായി തന്നെ മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ ഫെസിലിറ്റികളും നമുക്ക് അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് അങ്കമാലി ടൗൺ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാലടി 3.5-4 കിലോമീറ്ററാണ് കാലടിയിലേക്കുള്ള ദൂരം. അങ്കമാലിയിലേക്ക് 3 കിലോമീറ്റർ, 3.5 കിലോമീറ്റർ. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് 5-6 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അങ്കമാലി വിശ്വജ്യോതി സ്കൂളിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് 7.5 സെൻറ്റ് സ്ഥലത്ത് 3250 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമും അടങ്ങിയ സുന്ദര മനോഹരമായ ഈ ലക്ഷറി വീടിന് ഉടമ ചോദിക്കുന്ന വില 1,35,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളും. ഈ വീട് നാട്ടിലുള്ളവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ്. നിങ്ങൾക്ക് മറ്റൊരു സ്ഥലമോ വീടോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി, സ്ഥലമാവട്ടെ, വീടാവട്ടെ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആവട്ടെ, എന്തായാലും ഇതുപോലെ ചിത്രീകരിച്ച് വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീട് വാങ്ങുന്നതിന് ലോൺ സൗകര്യവും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റൊരു സ്ഥലമോ വീടോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.